ഇന്ത്യൻ തത്വചിന്തകനാണ് ചാണക്യൻ. ധാരാളം മാറ്റങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലത്ത് സാമ്പത്തിക, സാമൂഹിക, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ചാണക്യനീതിയിൽ ലോകത്തിന്റെ ഓരോ സ്പന്ദനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. സുസ്ഥിരമായ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം എന്തൊക്കെ ചെയ്തെന്നും എന്തൊക്കെ ചെയ്യണമെന്നും കൃത്യമായി നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നു. പണം ലാഭിക്കാനും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും വ്യക്തികളോടും ഭരണാധികാരികളോടും അദ്ദേഹം സദാ ഉപദേശിച്ചിരുന്നു. പണം ലാഭിക്കാൻ ചാണക്യൻ പറയുന്ന ചില തന്ത്രങ്ങൾ ഇതാ. ചാണക്യ തന്ത്രങ്ങളിൽ നാം അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യം എന്നത് സാമ്പത്തിക ജ്ഞാനത്തെ കുറിച്ചാണ്. നാം ചെലവാക്കുന്നതും സമ്പാദിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും ഭാവിയിലേക്കായി സൂക്ഷിച്ചു വെക്കണം എന്ന് അദ്ദേഹം സദാ വാദിച്ചു കൊണ്ടിരുന്നു. ഒരു കാരണവശാലും മുഴുവൻ ധനവും ഒരുമിച്ച് ചെലവാക്കേണ്ടി വരരുത്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്ഥിരത ഉറപ്പാക്കേണ്ടതായി വരുന്നു. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായി നല്ല വിദ്യാഭ്യാസം നേടുകയും അറിയാത്ത മേഖലകൾ പോലും പഠിച്ച് നൈപുണ്യം നേടുകയും ചെയ്യണം. അറിഞ്ഞ് നിക്ഷേപം നടത്തുന്നതിലൂടെ അത് നിങ്ങളുടെ വരുമാനത്തിലും മാറ്റം വരുത്തും. ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കിട്ടിയത് ദൂർത്തടിക്കുന്നവർക്ക് പലപ്പോഴും ദാരിദ്ര്യമായിരിക്കും ഫലമായി വരുന്നത് എന്നും അദ്ദേഹം ചാണക്യനീതിയിൽ വ്യക്തമാക്കുന്നു. നിക്ഷേപം നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതിനും ചാണക്യനീതി ഉപകരിക്കും. നിക്ഷേപം എന്തുകൊണ്ടും നല്ലതാണ്, എന്നാൽ അത് വിവേകത്തോടെ നിക്ഷേപിക്കുന്നതിന് ശ്രദ്ധിക്കണം. ആധുനിക സാമ്പത്തിക വിദഗ്ധർ ബഡ്ജറ്റിംഗിലും വിവേകത്തോടെയുള്ള ചെലവുകളിലും ചാണക്യന്റെ ഉപദേശം സ്വീകരിക്കുന്നു എന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. കൃത്യമായ ഒരു ബജറ്റ് ഉണ്ടാക്കുകയും നമ്മുടെ സമ്പാദ്യം ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. ആവശ്യ ചെലവുകൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ വ്യക്തികൾക്ക് സമ്പാദ്യത്തിനും നിക്ഷേപത്തിനുമായി മറ്റൊരു തുക മാറ്റിവെക്കുകയും ചെയ്യാം. ചാണക്യനീതിയിൽ പറയുന്ന സാമ്പത്തിക ഉപദേശങ്ങൾ പാലിക്കുന്നത് വഴി നിങ്ങൾക്ക് വ്യക്തിപരമായും തൊഴിൽപരമായും സുസ്ഥിരമായ വളർച്ചയുണ്ടാകുന്നു. മാത്രമല്ല, സാമ്പത്തിക അച്ചടക്കം വ്യക്തികളെ കടബാധ്യതയില്ലാതെ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, സാമ്പത്തിക ലാഭം നേടിയെടുക്കുക വഴി നിങ്ങളുടെ ബിസിനസ്സുകൾ വിപുലീകരിക്കുന്നതിനും അതുവഴി നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്നു. അച്ചടക്കമുള്ള ചെലവുകളിലും തന്ത്രപരമായ സമ്പാദ്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയിൽ കാര്യമായ മാറ്റം വരുന്നു. ലോകം കണ്ട മഹാസാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ചാണക്യന്റെ മറ്റൊരു ഗ്രന്ഥമാണ് കോർപ്പറേറ്റ് ചാണക്യ എന്ന മഹാഗ്രന്ഥം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചാണക്യ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നു. ലോകത്തിലെ പല ബിസിനസ് പ്രമുഖരും അദ്ദേഹത്തിന്റെ ഈ രീതി പിന്തുടരുന്നവരാണ്. ചതുരംഗം എന്ന ബുദ്ധിപരമായ കളി പോലും മഹാനായ ചാണക്യന്റെ ബുദ്ധിയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ചാണക്യ വചനങ്ങൾ കേട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയം നേരിടേണ്ടി വരില്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ അറിയേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും ചാണക്യനീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ലോകം അന്ധകാരത്തിൽ മുങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന വിദേശ ആക്രമണകാരിയായ അലക്സാണ്ടർ ചക്രവർത്തിയെ തന്റെ തന്ത്രങ്ങളിലൂടെ തുരുത്തിയോടിച്ച മഹാനാണ് ചാണക്യൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.